നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞു സംരക്ഷിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന ഭയം കാരണമാണ് ജയിലിലായവരെ പാർട്ടി പുറത്താക്കാത്തതെന്നും സണ്ണി ജോസഫ്. ജില്ലയിൽ മട്ടന്നൂർ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. തലശ്ശേരി നഗരസഭാ ജീവനക്കാരൻ പുഴയിൽ മരിച്ച നിലയിൽ. മരിച്ചത് താഴേച്ചമ്പാട് സ്വദേശി S. പ്രത്യൂഷ്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞു സംരക്ഷിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന ഭയം കാരണമാണ് ജയിലിലായവരെ പാർട്ടി പുറത്താക്കാത്തത്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ വിഷയം തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാകും. തെക്കൻ ജില്ലകളിൽ പോളിംഗ് വർധനവുണ്ടാകാത്തത് വോട്ടർ പട്ടികയിലെ അപാകത കാരണമാണ്. എന്നാൽ പോളിംഗ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് പറയാനാവില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികൾക്ക് പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും കിട്ടുകയാണ്. ശബരിമലയിൽ ഇത്രയും വലിയ മോഷണം, അതിനെക്കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു, ഞങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ വായിച്ചു കേൾപ്പിച്ചതാണ്. സുഭാഷ് കപൂർ ആരാണ്? അന്തർദേശീയ കുപ്രസിദ്ധി ആർജിച്ച വിഗ്രഹമോഷ്ടാവ്. സുഭാഷ് കപൂറിൻ്റെ മോഡലിലാണ് ഈ കേരളത്തിലെ ശബരിമലയിൽ നിന്ന് ഇത്ര കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ശബരിമലയിലെ പൂജ്യവസ്തുക്കൾ മോഷ്ടിച്ചു പോയത്. മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി അത് കാക്കേണ്ടവർ തന്നെ കാക്കുന്നവരായിട്ട് മാറി. പാർട്ടി അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ്. ആ മൗനം എന്തുകൊണ്ടാണ്? എന്താണ് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ CPM നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്ന ഘടകം? അതും ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശനം. ഉന്നതന്മാർ കൂടുതൽ പേർ ഇനിയും പ്രതികളാക്കേണ്ടതുണ്ട്, അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശനം കൂട്ടിവായിക്കുമ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ കിടക്കുന്ന പ്രതികളെ CPM പാർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി, സംഘടനയെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വാസവഞ്ചന നടത്തിയ, മോഷ്ടാക്കളായിട്ട് മാറിയിട്ടുള്ള സഹാക്കളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ തൊട്ടാൽ അവർ കാര്യങ്ങൾ വിളിച്ചെന്ന് പറയും. ജില്ലയിൽ മട്ടന്നൂർ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. 20 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിതരണം നടന്നത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമായാണ് വിതരണ കേന്ദ്രങ്ങൾ ഒരുക്കിയത്. പോളിംഗ് സാമഗ്രികൾ 20 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും കോർപ്പറേഷനിലുമായാണ് വിതരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിൽ ആകെ 5472 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ 2838 വനിതകളും 2634 പുരുഷന്മാരുമാണ്. 678 പ്രവാസി വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 20,92,681 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 2305 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. പ്രശ്നസാധ്യതയുള്ള 1025 ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബൂത്തുകളിൽ കെൽട്രോൺ മുഖേന വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. കളക്ട്രേറ്റിൽ കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. 50 ബൂത്തുകൾ മാവോവാദി ഭീഷണിയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ജില്ലയിൽ 5100 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. സിറ്റി പോലീസ് ജില്ലയിൽ 2500 പേരും റൂറലിൽ 2600 പേരും CRPFന്റെ ഒരു കമ്പനിയും വിന്യസിക്കുന്നുണ്ട്. തലശ്ശേരി നഗരസഭാ ജീവനക്കാരൻ പുഴയിൽ മരിച്ച നിലയിൽ. താഴേച്ചമ്പാട് സ്വദേശി S. പ്രത്യൂഷാണ് മരിച്ചത്. തലശ്ശേരി നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗ ജീവനക്കാരനും NGO യൂണിയൻ തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ താഴേച്ചമ്പാട് വിന്നേഴ്സ് കോർണറിലെ ഗോവിന്ദ സദനത്തിലെ S. പ്രത്യൂഷാണ് മരിച്ചത്. എരഞ്ഞോളി പുഴയിലാണ് മൃതദേഹം കണ്ടത്. പാലയാട് സെൻട്രൽ ജൂനിയർ ബേസിക് സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ SCRT റിസോഴ്സ് പേഴ്സണുമായ KK സുരേഷ് ബാബു, പാനൂർ KKV ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക പ്രഭാവതി ദമ്പതികളുടെ മകനാണ്.
പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ജൂനിയർ ക്ലർക്ക് അഭിനയാണ് ഭാര്യ. ഹൃദ ഏകമകളാണ്. എസ് പ്രസൂൺ സഹോദരനാണ്. കണ്ണൂരിൽ UDF പ്രകടനത്തിൽ പച്ച പതാക മാത്രം. കോൺഗ്രസിന്റെ കൊടി കാണാനേയില്ലെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ഏതാനും നേതാക്കൾ മാത്രമേ കോൺഗ്രസിനുള്ളൂ. കണ്ണൂരിൽ UDFനെ നയിക്കുന്നത് ലീഗാണ്. അവരുടെ പ്രകടനത്തിൽ പച്ചക്കൊടിയും പച്ചപ്പട്ടും മാത്രമേയുള്ളൂ. UDF പ്രകടനം കണ്ടാൽ പാകിസ്ഥാനിലെ പീപ്പിൾസ് പാർട്ടി നയിക്കുന്ന പ്രകടനമായേ തോന്നുവെന്നും വിനോദ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 94 ബൂത്തുകളിലെ പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 94 ബൂത്തുകളിലെ പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലായി 29 ബൂത്തുകളിലും കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെ 26 ബൂത്തുകളിലും മൊകേരി ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലെ 16 ബൂത്തുകളിലും പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ 23 ബൂത്തുകളിലും ആവശ്യമായ പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. തിരഞ്ഞെടുപ്പ് ചൂടിലും ഒപ്പം കാലാവസ്ഥാ ചൂടിലും വലഞ്ഞ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സൗജന്യമായി ചുക്ക് കാപ്പി വിതരണം ചെയ്ത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോലീസ് കേഡറ്റുകളാണ് മാതൃകാപരമായ പ്രവൃത്തി നടത്തിയത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത് മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ചുക്ക് കാപ്പി വിതരണം ചെയ്തത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കാനെത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമാണ് സൗജന്യ ചുക്ക് കാപ്പി വിതരണം ചെയ്തത്. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ VD ദീപ്തിയുടെ നേതൃത്വത്തിൽ 12 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും 4 ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു കാപ്പി വിതരണം. SPCയുടെ നേതൃത്വത്തിൽ നടത്തിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് പ്രധാന അധ്യാപകൻ O. യൂസഫ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാനൂർ ബ്ലോക്കിന്റെ ഇലക്ഷൻ മെറ്റീരിയൽസ് വിതരണ കേന്ദ്രമായ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കും വിതരണ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ സ്കൂളിന്റെ ഭാഗമായുള്ള SPC യൂണിറ്റിന്റെയും JRC യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന സൗജന്യ ചുക്ക് കാപ്പി വിതരണമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ JRC വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ SPC വിദ്യാർത്ഥികളെയും അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മാതൃകാ പ്രവൃത്തിയെ പോളിംഗ് ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായ 11 വയസ്സുകാരിയുടെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ രക്ഷപ്പെടുത്തി. മലയോര മേഖലയിൽ നിന്നുള്ള റോസ്മരിയ എന്ന പെൺകുട്ടിയുടെ ജീവനാണ് മികച്ച ചികിത്സയിലൂടെ തിരിച്ചുപിടിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായ 11 വയസ്സുകാരുടെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ രക്ഷപ്പെടുത്തി. കണ്ണൂരിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നുള്ള റോസ്മരിയ എന്ന പെൺകുട്ടിയെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും ആസ്റ്റർ മിംസിൽ എത്തിച്ചത്. ശക്തമായ തലവേദന, ഛർദി, സ്വഭാവ വ്യത്യാസം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളായിരുന്നു ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അപസ്മാരം കൂടി ബാധിച്ചതോടെ കുഞ്ഞിന്റെ നില ഗുരുതരമായി മാറുകയായിരുന്നു. ആദ്യം ചികിത്സ തേടിയ ആശുപത്രിയിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ നടത്തിയിരുന്നെങ്കിലും സ്ഥിരീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് അവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് ബന്ധുക്കൾ കുഞ്ഞിനെ കണ്ണൂർ ആസ്റ്റർ മിംസിലെത്തിക്കുകയായിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ നേരിട്ടുള്ള നിരന്തരമായ ഇടപെടലുകളും തുടർച്ചയായ വിലയിരുത്തലുകളും ചികിത്സയുടെ ഭാഗമായി നടത്തി. ദിവസങ്ങൾക്ക് ശേഷം കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുകയും 7 ദിവസത്തിന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയും ചെയ്തു. 13 ദിവസത്തിന് ശേഷമാണ് ICUവിൽ നിന്ന് കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റിയത്. 28 ദിവസം ചികിത്സ തുടരുകയും 32ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. രോഗാവസ്ഥയെ പൂർണ്ണമായും തരണം ചെയ്യാൻ സാധിച്ചു. ശരീരത്തിന്റെ തളർച്ചയിൽ മികച്ച പുരോഗതി ലഭ്യമായിട്ടുണ്ട്. ഫിസിയോതെറാപ്പിയിലൂടെ ഇതിനെ അതിജീവിക്കാൻ സാധിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ അധികരിച്ചു വരികയാണെന്ന് ആസ്റ്റർ മിംസ് പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ MK പറഞ്ഞു. ഇവിടെ വന്ന സമയത്ത് നമ്മളൊരു റീഇമേജിങ് ചെയ്തു. ദാറ്റ് വാസ് സജസ്റ്റീവ് ഓഫ് എ ഡിസീസ് പ്രോഗ്രഷൻ. അതായത് എഡിമ കൂടുന്നുണ്ടായിരുന്നു, കൂടാതെ ഒരു ടോൺസിലാർ ഹെർണിയേഷൻ ഉണ്ടായിരുന്നു സെറിബെല്ലത്തിൽ. സോ നമ്മൾ ഹിസ്റ്ററിയിൽ ഒന്ന് പ്രോബ് ചെയ്ത സമയത്ത് അവർ അടുത്തുള്ള പുഴയിൽ നിന്നാണ് കുളിക്കുന്നതെന്ന് മനസ്സിലായി. നമുക്കൊരു അമീബയുടെ ഒരു വിത്ത് എപ്പിഡമിക് കേരളത്തിലുള്ളത് കൊണ്ട് ഒരു സസ്പീഷൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ CSF സാമ്പിൾ കളക്ട് ചെയ്തിട്ട് വി ഹാവ് സെൻഡ് ഫോർ അമീബിക് PCR. അമീബയിൽ സാധാരണ ഉണ്ടാവുന്നത് റിയലി റാപ്പിഡ് പ്രോഗ്രഷൻ ഓഫ് എഡിമ. അത് ഒരു ഹെർണിയേഷനിലോട്ട് പോകാറാണ് സാധാരണ ഒരു കോസ് ഓഫ് ഡെത്ത്. സോ അതുകൊണ്ട് നമ്മൾ കുട്ടി ഇൻറ്റുബേറ്റ് ചെയ്യുകയും മെഡിക്കൽ കോമയിലോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയും ചെയ്തു. സോ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. നമ്മൾ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇമേജിങ് റിപ്പീറ്റ് ചെയ്തതിൽ
വി ഹാവ് നമ്മൾ ആൻറ്റി അമീബിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാതെ സീരിയലി ന്യൂറോ മോണിറ്ററിങ് ചെയ്തു. കൂടാതെ ഇൻ്റർവെല്ലായിട്ട് MRIയും കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ഒരു 7th day 8th ഡേയിൽ MRIയിൽ എഡിമ കുറയുന്നത് പോലെ കണ്ടു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെഡേഷൻസും മെഡിക്കൽ കോമെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് കുട്ടീനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് ഓൾമോസ്റ്റ് 9th day ആണ്. അതിനുശേഷം അവൾക്ക് കംപ്ലീറ്റ്ലി ഒരു സൈഡ് പാരാലിസിസും സംസാരിക്കാൻ വയ്യായ്മയും ഫേഷ്യൽ പാൽസി, മുഖം കോടൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടിയെ വാർഡിലോട്ട് മാറ്റി. വാർഡിൽ നമ്മൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഗ്രാജുവലി ചൈൽഡ് ബെറ്റർ ആവാൻ തുടങ്ങി. ബൈ ദ കംപ്ലീഷൻ ഓഫ് കോഴ്സ് ഓഫ് മെഡിക്കേഷൻ കുട്ടി ഓൾമോസ്റ്റ് ന്യൂറോളജിക്കലി നോർമലായിരുന്നു. വിത്ത് വലത് കൈയിൽ ചെറിയൊരു ചലന വ്യത്യാസം മാത്രമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ CC മായ പറഞ്ഞു. ഞങ്ങൾക്ക് കണ്ട ഒരു അസുഖം എന്ന് വെച്ചാൽ എമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ്. അത് നെഗ്ലേറിയ ഫൗലേരി എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായ ഒരു മസ്തിഷ്ക ജ്വരമാണ്. ഇത് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നത്, പടരുന്നത് ഈ ഫ്രഷ് വാട്ടറിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഈ പുഴ, കുളം ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ഇത് പടരുന്നത്. അപ്പം നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പം, പെട്ടെന്ന് മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യുമ്പം ഈ ഒരു എമീബ നമ്മുടെ മൂക്കിൽ കൂടെ സഞ്ചരിച്ച് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നതാണ്. അത് പെട്ടെന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അസുഖം പെട്ടെന്ന് തന്നെ തീവ്രമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സിംറ്റംസ് കാണുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി, ഇങ്ങനത്തെ വെള്ളത്തിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വാട്ടറിൽ കുളിച്ച ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഏർലി തന്നെ അത് സസ്പെക്ട് ചെയ്യണം, അത് സംശയിക്കണം. അങ്ങനെ ഒരു അസുഖത്തിന് സാധ്യത സംശയിച്ച് ട്രീറ്റ്മെൻറ്റും പെട്ടെന്ന് തന്നെ ആക്കാം. ഇതിൻ്റെ ടെസ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. ഗവൺമെൻറ് വഴി തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയാനും ഉള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കുട്ടികൾ പനീൻ്റെ കൂടെ ഇതേപോലെ ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധം കുറയുന്നൊരവസ്ഥയായിട്ട് വരുമ്പോൾ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിലോടുകൂടി ഏറ്റവും കൂടുതൽ സാധാരണ പനി എന്നുള്ളതിൽ നിന്ന് അതിലുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾ പനീൻ്റെ കൂടെ അപസ്മാരം, അതിൻ്റെ കൂടെ അവർക്ക് ക്ഷീണം, ഏതെങ്കിലും ഒരു വശം തളരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വശത്ത് മാത്രം ഫിറ്റ്സ് വരുന്നത്, അതെല്ലാം നമ്മൾ സാധാരണ പനീൻ്റെ കൂടെ വരുന്നതല്ലാത്ത രീതിയിലുള്ളൊരു അപകട ലക്ഷണം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് മേലെ തന്നെ ഇവർക്ക് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇൻഫാക്ട്സ് എന്ന് പറയും, പല സ്ഥലങ്ങളിലായിട്ട് വരുന്ന എഫക്റ്റഡ് ആവുന്ന റീജിയൻസിൽ, അതേപോലെ മസ്തിഷ്കം മൊത്തം തന്നെ വരുന്ന നീരുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം നമ്മുടെ ഒരു എപ്പിഡമിയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഈ കുട്ടിക്ക് ഡെഫിനറ്റ്ലി വീടിൻ്റെ അടുത്ത് കുളത്തിൽ പോയി മുങ്ങിയ ഒരു ഹിസ്റ്ററിയും കൂടെയുള്ള ഒരു സ്ഥിതിയിൽ ഡെഫിനറ്റ്ലി അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഏറ്റവും വേഗം സസ്പെക്ട് ചെയ്യുന്നതും ഏറ്റവും വേഗം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ വീണാകുമാരി, ഡോക്ടർ CC മായ, പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ കാർത്തിക, പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ് ഡോക്ടർ ആഷിഫ് തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ.
ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നെയ്വിളക്ക് സമൂഹ പ്രദർശനത്തോടുകൂടി സമാപിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. ശിവായ ഓം നമോ നാരായണായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നാരായണായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നാരായണായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നാരായണായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നാരായണായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ ആയില്യം നാൾ ആഘോഷം നടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡ നാമാർച്ചന, ഉച്ചയ്ക്ക് നാഗപൂജ, മുട്ടസമർപ്പണം, തുടർന്ന് പ്രസാദ സദ്യയും നടന്നു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ ആയില്യം നാൾ ആഘോഷിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡനാമജപം, ഉച്ചയ്ക്ക് നാഗപൂജ, മുട്ടസമർപ്പണം, തുടർന്ന് പ്രസാദ സദ്യയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്ര മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. ചടങ്ങിന് ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകി. ധനുമാസത്തിലെ ആയില്യനാൾ ആഘോഷം ജനുവരി 6-ന് നടക്കും. കാരണമാസ കലി
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന ഭയം കാരണമാണ് ജയിലിലായവരെ പാർട്ടി പുറത്താക്കാത്തതെന്നും സണ്ണി ജോസഫ്. ജില്ലയിൽ മട്ടന്നൂർ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. തലശ്ശേരി നഗരസഭാ ജീവനക്കാരൻ പുഴയിൽ മരിച്ച നിലയിൽ. മരിച്ചത് താഴെച്ചമ്പാട് സ്വദേശി S പ്രത്യൂഷ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.